Hello my dear friends, welcome back to my channel. ഞാൻ നിയാസിക്ക്. അപ്പോൾ നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, അത് സാധിച്ചു. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ ഒരു ഇതുകൊണ്ട് എന്നാ പറഞ്ഞത്, ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് നമുക്ക് കിട്ടിയതാട്ടോ. അപ്പോൾ ഒരു ഡ്രോണാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു റിവ്യൂ ആയിട്ട് നമ്മൾ ചെയ്യാമെന്ന് ഓർത്താണ് ഇന്ന് വീഡിയോ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഒരു വലിയ മലയുടെ മേളിലാട്ടോ. നമ്മുടെ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ കേട്ടോ, ഒരു വെറൈറ്റിയാണേ. ഇതാണ് ഐറ്റംസ്, എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. സംഭവം കണ്ടോ, ഫ്രണ്ട് ഇതുണ്ടോ, DJI. എല്ലാവരും ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് അൺബോക്സിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലോക്കലായിട്ട് അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. നമ്മളെ കാണാവോ, നീ കൂടെ പുറയിലേക്ക് പോണേ സൈഡായിട്ട്. ഇത് DJIയുടെ മാവിക് മിനി എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോണാണ്. പുതിയ ലേറ്റസ്റ്റ് വേർഷൻ കേട്ടോ. എല്ലായിടത്തുള്ള മാവിക് മിനിയാണ്. ഇത് മിനി 2 ആണ് കേട്ടോ. മിനി 2 എന്ന് എവിടെ എഴുതിയിട്ടുണ്ടായിരുന്നേ, കാണുവാനില്ല. എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ, തിരിച്ചു വെച്ചോ. പിന്നെ അതിൻ്റെ ബാറ്ററി അല്ല, ഇത് അതിൻ്റെ റിമോട്ടാണ്. ഇതിൻ്റെ ഇതുണ്ടോ, ഈ സംഭവമാണ് അതിൻ്റെ സ്റ്റിക്ക്. അതതിൻ്റെ ബാക്കി തന്നെയാണ്. അതിവിടെ ജോയിൻ ചെയ്യിപ്പിക്കണം. ഒരെണ്ണം ഇവിടെ ഉണ്ട്. ജസ്റ്റ് ചുമ്മാ പ്രസ് ചെയ്ത് കയറ്റി വെച്ചാൽ കേട്ടോ. പിന്നെ ഇതാണ്, ഇത് വലിച്ച് നിവർത്തണം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിലവിലൊരു കേബിളുണ്ട്. ഇത് C ടൈപ്പാണ്, C പോർട്ടിൻ്റെ ആണ്. അതിൻ്റെ കൂടെ ബാക്കി ഫംഗ്ഷൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് മോഡുണ്ട്, സിനി മോഡുണ്ട്, നോർമൽ മോഡുണ്ട്. അപ്പോൾ സ്പോർട്സ് മോഡിലേക്ക് ഇട്ടിട്ട് പറത്തി കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡായിരിക്കും. നോർമലാണെങ്കിൽ ഇച്ചിരി സ്പീഡ് കുറയും, സിനി മോഡാണ് ഇച്ചിരി സ്മൂത്തായിരിക്കും. പിന്നെ ഇത് പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ മേളിലേക്ക് പൊങ്ങും, ഇത് പിടിച്ച് കഴിക്കാൻ താഴും. സൈഡിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റൊട്ടേറ്റ്, ഇങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കറങ്ങും. പിന്നെ ഇത് മുമ്പിലേക്ക് മൂവ് ചെയ്യാൻ, പുറകോട്ട് മൂവ് ചെയ്യാൻ, സൈഡിലേക്ക് മൂവ് ചെയ്യാൻ, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ. പിന്നെ എന്നാ അതിൻ്റെ അകത്തുള്ളത്, ഇത് ഈ സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേനും വീഡിയോ മോഡ് വേണമെങ്കിൽ വീഡിയോ മോഡ് ഇടാം, അതല്ലെങ്കിൽ ഫോട്ടോ മോഡ് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണിത്. ഈ സ്വിച്ച് പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റും. ഈ സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തിരിക്കണ സ്വിച്ചാണ്. ഇത് തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതിൻ്റെ അകത്ത് തന്നെയുള്ള ക്യാമറ, ഇതിൻ്റെ അകത്ത് ജിമ്പലുണ്ട്. അപ്പോൾ അത് നേരെ താഴത്തേക്ക് താഴാനും മേളിലേക്ക് പൊങ്ങാനും ആയിട്ടുള്ള രീതിയാണ് ഈ സ്വിച്ച് വരുന്നത്. അപ്പോൾ ഇത്രയും ഫംഗ്ഷനാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇത് ടേക്ക് ഓഫ് ലാൻഡിങ്ങിൻ്റെ വരുന്ന സംഭവമാണ് ഇത്. ഈ സ്വിച്ച് എന്ന് വെച്ചാൽ ഒരു തവണ ഞെക്കിയിട്ട് എത്ര ചാർജ് ഉണ്ടെന്ന് കാണിച്ചു തരും, പച്ച ഉണ്ടോ. ഇനി ഒന്ന് ഞെക്കി ഒന്നുകൂടെ പ്രസ് ചെയ്ത് പിടിച്ച് നോക്കിക്കൊണ്ടെങ്കിൽ ഓണാകും. പിന്നെ നമ്മൾ മൊബൈലുമായിട്ട് ഇത് കണക്ട് ചെയ്യണം. അങ്ങനത്തെ പരിപാടിയാണ് ഇതിൻ്റെ. അതവിടെ ഇരിക്കട്ടെ, ബാക്കി വേറെ എന്നൊക്കെ ഉള്ളത് നോക്കാവേ. ഇതതിൻ്റെ ബോക്സ് കേട്ടോ. ഇത് മാവിക് മിനിയുടെ കോംബോ പാക്ക് കേട്ടോ. നമ്മുടെ നാട്ടിൽ 84,000 രൂപ വില ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് 3 ബാറ്ററി ഉണ്ട്. ഒരു ബാറ്ററി ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇത് 3 ബാറ്ററി ഒരേ സമയം ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം. ഇതിപ്പോൾ ഞെക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് തെളിയുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഇരുട്ടായിട്ട് വെളിച്ചമായിട്ട് കാണത്തില്ലായിരിക്കും കേട്ടോ. വൈറ്റ് കേട്ടോ അല്ലേ, വൈറ്റുള്ള വെളിച്ചം. അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഞാൻ കാണിച്ചില്ലേ, അതേപോലെ തന്നെ ഒരു ഐഫോണിൻ്റെ പോർട്ടാട്ടോ. ഇത് ഐഫോൺ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് വെച്ചു എന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടേ. ഇത് നമ്മുടെ സാധാ മൊബൈലിൻ്റെ സംഭവം വരുന്നത്. ഇങ്ങനെ 2-3 ടൈപ്പാണുള്ളത്. ഐഫോണിൻ്റെ ഉണ്ട്, സാധാരണ മൊബൈലുണ്ട്, പിന്നെ ഇങ്ങനെ 3 എണ്ണത്തിൻ്റെയും ഈ പീസ് വരുന്നുണ്ട്. ഓടിക്കട്ടെ. പിന്നെ ഒരു ചാർജിങ് കേബിൾ, അത് C ടൈപ്പാണ്. അതിൻ്റെ അഡാപ്റ്റർ ഉണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ വെച്ച് എടുത്തില്ല കേട്ടോ. ഇങ്ങനെയുള്ള ഇതൊരു യൂസർ മാനുവൽ കേട്ടോ. അതിൻ്റെ കുറേ ബുക്കും കാര്യങ്ങളും നമ്മൾ ഏതെടുത്താലും അത് വായിച്ചു നോക്കാറില്ല, അതുകൊണ്ട് അത് കാണിച്ചില്ലാന്നേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് പൊട്ടിക്കാരനാട്ടോ ഈ സാധനം, അത് പൊട്ടിച്ചിട്ടില്ല. ഇതുണ്ടോ, ഇതെൻ്റെ പ്രൊപ്പല്ലർ ഗാർഡാട്ടോ. പ്രൊപ്പല്ലർ ഗാർഡല്ല, പ്രൊപ്പല്ലറാണ്. ഇതിൻ്റെ ഈ ചിറകുണ്ടല്ലോ, ഫ്ലൈറ്റിൻ്റെ ചിറക്, അതുകൂട്ട് 6 എണ്ണം ഉണ്ടേ. 6 എണ്ണം ഉണ്ട്. 4 എണ്ണം അതിൻ്റെ അകത്ത് ആവശ്യമുള്ളൂ, 1 എണ്ണം എക്സ്ട്രാ ഉണ്ട്. ഇത് ഓരോന്ന് ഒരെണ്ണം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എടുത്തിടാം. അതിന് വേണ്ടിയിട്ട് 6 എണ്ണം ഉണ്ട്. അത് ഈ കോംബോ പാക്ക് ആയതുകൊണ്ടുള്ള ബെനിഫിറ്റ് ആട്ടോ. പിന്നെ അത് അഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ക്രൂ ഡ്രൈവറാണ്, കുഞ്ഞ് സ്ക്രൂ ഡ്രൈവർ. പിന്നെ ഇത് എക്സ്ട്രാ ഒരു ജോയ്സ്റ്റിക്കും കൂടെ ഉണ്ട് കേട്ടോ, ഒരു സെറ്റ്. അപ്പോൾ ഇത്രയും സാധനമാണ് ഇതിൻ്റെ അകത്തുള്ളത് മെയിനായിട്ട്. അപ്പോൾ ഇതൊന്ന് എടുത്ത് വെച്ചേക്കാം.
ഇതെടുത്ത് വെച്ചിട്ടാവുന്നത് പറത്തി കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പക്ക ലോക്കലാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതിൽ കാര്യമില്ല, ഉള്ള കാര്യമാണ്. ഇതെടുത്തിട്ട് എത്തിക്കാം. മൊബൈൽ കണക്ട് ചെയ്യാൻ കാണിച്ചു കൊടുക്കാം. കാണിച്ചു. ഞങ്ങളിപ്പോൾ ഇവിടെ കാറ്റാടിക്കടവ് വന്നിരിക്കണേ കേട്ടോ. ഇതിൻ്റെ വീഡിയോസ് അടുത്ത ദിവസം വരുന്ന കേട്ടോ. ഇതിപ്പോൾ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടോ. ഇതുണ്ടോ ഇവിടെ ഒരു ക്ലിപ്പ്. മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന മിനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു കേട്ടോ. പ്രൊപ്പലറെല്ലാം കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മളിത് ആദ്യം സൈഡിലേക്കുള്ളത് ആദ്യം ഓപ്പൺ ആക്കണം. എന്നിട്ട് ഇത് താഴത്തേക്കാട്ടോ, താഴത്തേക്ക് മടക്കി പൊക്കിയിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. വിലയൊക്കെ ഒരാൾ തന്നെയാണ്, പറയൂലോ. കൊണ്ട് ആരാ തന്നതാ പറയൂലോ. ഇതുണ്ടോ, ഇത് ജസ്റ്റ് നമ്മളിത് ഓപ്പൺ ആക്കണേ കേട്ടോ. ഇതാണ് എൻ്റെ 3 ആക്സസ് ജിംബൽ എന്നാണ് പറയുന്നതിന്. ഇതെൻ്റെ കവറാട്ടോ. ഇതിനകത്തും ഇതാണ് സ്വിച്ച്. ഇതാ പൊളിച്ചാളേട്ടെ. വേണ്ട, ഇടി മേടിക്കുന്ന ഇത് കൈ കിട്ടിയപ്പോൾ മുതൽ പൊളിക്കാൻ വേണ്ടി ഇറങ്ങേണ്ടത്. നമ്മൾ പൊളിക്കണ ദിവസം വന്നാൽ നമ്മളുടെ ഇടിയായിരിക്കും. ഇതുണ്ടോ ഇതിനകത്ത്. അതുപോലെ ഇതാണ് ബാറ്ററിയുടെ സംഭവം. ബാറ്ററി നമുക്ക് ഇതുണ്ടോ, ബാറ്ററി ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഊരിയെടുക്കാം, അതുപോലെ റിട്ടേൺ ഇടാം. നമ്മുടെ യുദ്ധവിമാനങ്ങളുടെയൊക്കെ ബാക്കി പോലില്ലേ, എന്നാലും അതിൻ്റെ അകത്ത് കയറ്റിയിട്ടേക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഇതിലൊരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെന്ന് ഇതിൻ്റെ അത് കാണിക്കും. അതുപോലെ തന്നെ 2 തവണ പ്രസ് ചെയ്ത് ഒന്ന് ഞെക്കിയിട്ട് ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോണ്ടാവും. ജസ്റ്റ് അതിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് അനങ്ങണുണ്ടോ, ഉണ്ടോ. ജിമ്മിൽ ഓട്ടോമാറ്റിക് സെറ്റാണ്, ഉണ്ടോ. ഇത് 3K 4K? ഇതിനകത്ത് വരുന്നത് 4K ക്യാമറയാണ്. മറ്റേ നേരത്തെ മിനിയിലേക്ക് വന്നുകൊണ്ടിരുന്നത് 2.7K ഉണ്ടായിരുന്നുള്ളൂ. ഇതപ്പോൾ 4Kയിൽ വന്നു. പിന്നെ അതുപോലെ 3 പോയിൻ്റ് വരെ സൂമിംഗ് ഉണ്ട്. സൂം ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ അവർ പറഞ്ഞത് 10 കിലോമീറ്റർ വരെ പറക്കാൻ പറ്റും, അരമണിക്കൂർ ഒരു ബാറ്ററിയിൽ പറക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാനിത് ഹൈറ്റിലേക്ക് വിട്ടിട്ട് 15 മീറ്റർ വരെ പൊങ്ങിയിട്ടുള്ളൂ കേട്ടോ. ലെങ്ത്തിലേക്ക് പോയിട്ടുണ്ട്, നമുക്ക് കൂട്ടിയിട്ടിട്ട് വിടാം എന്തോരം വേണമെങ്കിലും. പിന്നെ ഒരു ധൈര്യക്കുറവ് എന്താവും എന്നറിയത്തില്ലല്ലോ. പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി ബാറ്ററി പിടിച്ചോ, ഓഫ് ചെയ്ത് വെക്ക. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാനാട്ടോ. മൊബൈലിൽ ആദ്യം ഫ്ലൈയിങ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആപ്പിൻ്റെ പേര് ഞാൻ പറയാം. DJI ഫ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ആ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് ഇത് നമ്മളിവിടെ കണക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇത് വലിച്ച് വെച്ചേക്കുക. അപ്പോൾ നേരത്തെ മിനിയുടെ റിമോട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഈ മൊബൈൽ വെക്കുന്നത് താഴെയായിരുന്നു. എന്നിട്ട് ഇവിടെ വെച്ച് നോക്കിയിട്ടാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ നേരെ തിരിഞ്ഞു. ഇതിപ്പോൾ മേളിലേക്കായി നമ്മുടെ ഇത് വന്നത്. ഇതാണ് DJIയുടെ ആപ്ലിക്കേഷൻ. അത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ എൻ്റെ അത് കാണിക്കും കേട്ടോ. അപ്പോൾ എന്തോ ഒരു ഇൻസ്റ്റാളേഷൻ കാണിച്ചിട്ടുണ്ടേ. ജസ്റ്റ് ഒന്ന് ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ കുറേ ഇതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു വരും. എല്ലാം നമ്മൾ കൊടുത്തോളുക. അത് കൊടുത്താലാണ് നമുക്ക് കറക്റ്റായിട്ട് എൻ്റെ വർക്കിംഗ് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാലും കിട്ടില്ല, പൈസ പോയെന്ന് പറഞ്ഞിരിക്കേണ്ടി വരും. ജസ്റ്റ് ഒന്ന് എയർക്രാഫ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണം. അതൊന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, അത് ഓപ്പൺ ആക്കുമ്പം ഇതുണ്ട്, ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കണക്ട് എയർക്രാഫ്റ്റ് അത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. ഇതിൽ മിനി 2 DJI മിനി 2 അങ്ങനെ ഓരോന്നും അതിൽ ഏതോ നമ്മുടെ ഓപ്ഷൻ എന്ന് വെച്ച് കൊടുക്കുക. അവർ കണക്ട് ചെയ്യണ കാണിച്ചു തന്നേക്കണേ കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കണം. അങ്ങനെ നമ്മുടെ റിമോട്ട് ഓണാക്കി അവർ കണക്ട് ചെയ്യണ എങ്ങനെയാണെന്ന് കാണിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. നമ്മളതിന് മുമ്പ് തന്നെ കണക്റ്റ് ആയായിരുന്നു, ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ ക്യാമറ കേട്ടോ. അപ്പോൾ നമ്മൾ ഇരിക്കണേൻ്റെ ലൊക്കേഷനൊക്കെ ഇതിൻ്റെ അകത്ത് നോക്കി കിട്ടണേ കേട്ടോ. ജിംബലുണ്ട്, തട്ടി താഴെയല്ലേ, വേണ്ട ഇവിടെ വെച്ചേക്കാം. അമലിൻ്റെ പുറകിൽ വെച്ചു കേട്ടോ. ബൈൻഡേഴ്സും കൂട്ടിയിട്ട് അതിൻ്റെ അകത്ത് എന്താ അപ്ഡേഷൻ കാണിച്ചാൽ അവിടെ പോയി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറത്തി നോക്കാം അല്ലേ.
എവിടെ വെച്ച് പുറത്തും അവിടെ വെക്കുവാണോ? പൊക്കാം. ചോടാ അങ്ങോട്ട് വെക്കാന്നാ. കാരണം ഈ ഡ്രോൺ ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേനും അതിൻ്റെ പ്രൊപ്പല്ലറൊന്നും നിലത്ത് മുട്ടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വെക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്ഥലം മാറ്റി കളിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കത് കയ്യിൽ നിന്ന് ലാൻഡ് പറത്താനുള്ളൊരു പരിപാടി നോക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നല്ല സേഫായിട്ട് വെച്ചിട്ട് വേണം പറത്താൻ കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റ് ആയി പോകും. ചിറകപ്പോൾ തട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി കേട്ടോ. ഇത് പാറപ്പുറം ആയതുകൊണ്ട് എവിടെ നോക്കിയാലും എല്ലാം ഒരേപോലെ ഇരിക്കുന്നത്. ലെവൽ സ്ഥലമൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് പറ്റിപ്പോയത്. അപ്പോൾ എന്തായാലും നമ്മുടെ ബാഗ് എടുത്ത് വെച്ചിട്ട് ബാഗിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ കൂടെ സെറ്റപ്പായി കിട്ടും തോന്നിയിട്ട് അങ്ങനെയുള്ള പരിപാടി പിന്നെ ആലോചിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മെയിനായിട്ട്. ഓണാക്കിയോ? കണ്ടോ, നമ്മളെ കാണാട്ടോ. അപ്പോൾ ഇതിൽ പിടിച്ച് തിരിക്കുമ്പോഴത്തേനും ഇതിലിങ്ങോട്ട് തട്ടുമ്പോൾ ഇത് തിരിയും. കാണിച്ച് കണ്ടോ. പിന്നെ ഇത് പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ പൊങ്ങി പോവും. ഇത് തിരിച്ചാൽ സൈഡിലേക്ക് പോവും. ഇപ്പുറത്തേക്ക് തിരിച്ചാൽ ഇപ്പുറത്തേക്ക് വരും. ഇത് പിടിച്ചാൽ മുമ്പോട്ട് പോവും. ഇത് പിടിച്ചാൽ പുറകോട്ട് വരും. ഇത് വട്ടം കറങ്ങും, താഴും, പൊങ്ങും. ഇത്രയാണ് ഫങ്ഷൻ ഉള്ളത്. Maximum flight altitude reached. എന്താട്ടാ നമ്മൾ നിൽക്കണേ? നല്ല കാറ്റാ. കാറ്റുണ്ട്. കാറ്റാട്ടോ. നിനക്ക് എങ്ങനെ മനസ്സിലായി? ഒച്ച കാറ്ററിയാം. നീ അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ. Maximum flight altitude reached. ഇതാട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ. ആ ബാഗിന്റെ മുകളിലോട്ട് വെക്കുക. ഇല്ല, കൈ കൊണ്ട് പിടിച്ചോളൂ അല്ലേ? ഞാൻ പിടിക്കില്ല കേട്ടോ. പിടിക്ക. ആ സെൻസറാടാ അത്. വളരെ റിസ്ക് ആയിട്ടുള്ള സാഹചര്യത്തിലായിട്ട് ഇങ്ങനെ പറത്താൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ അപ്പോൾ നമ്മുടെ ഡ്രോണിലെടുത്ത കുറച്ച് വീഡിയോസാട്ടോ ഇപ്പോൾ കണ്ടത്. എങ്ങനെയുണ്ട്, നല്ലതാണോ? കാരണം നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡ്രോൺ നേരിട്ട് കാണുന്നത്. അതായത് ഇത് കൂട്ട് ഡ്രോൺ കല്യാണ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്നെങ്കിലും ഇത് കൂട്ടൊരെണ്ണം ആദ്യമായിട്ട് കാണാനും തൊടാനൊക്കെ പറ്റുന്നത് തന്നെ. അത് സ്വന്തം ഡ്രോണിലായതോ വളരെ സന്തോഷം. അതിനെ സഹായിച്ച എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ആരും പേരൊന്നും വെളിപ്പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ആരും പേര് പറയാത്തത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നമ്മുടെ ഇനിയുള്ള യാത്രകളിൽ എന്തായാലും ഇവൻ നമ്മുടെ ചങ്കായിട്ട് തന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അത്യാവശ്യം നല്ല ഷോട്ടുകളൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇനിയും നല്ല കിടിലൻ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.